ഹലോ മച്ചമാരെ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കാൻ പോകുക. അപ്പോൾ വാക്സിൻ പേപ്പറിൻ്റെ മോളാണ് അമ്മൂന്ന പേര്. അപ്പോൾ ഞാൻ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ ആ പോണ വഴിയും പിന്നെ പോണ രസകരമായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആക്കി ഇടാൻ വെച്ചു. അപ്പോൾ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ കുറച്ച് പേടിയുണ്ട്. എനിക്ക് സൂചി ഭയങ്കര പേടിയാണ്. നിനക്ക് പേടിയുണ്ടോ? അവൾക്കും പേടിയെന്ന് പറഞ്ഞാൽ എന്നാലും ഫസ്റ്റ് പോകുമ്പോൾ എനിക്ക് പണ്ട് തൊട്ട് സൂചി പേടിയാണ്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നടവരുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണേ. നടവരുമ്പല്ലോ ആനന്ദപുരം, എനിക്ക് തെറ്റി ആനന്ദപുരം സ്ഥലത്തേക്ക് പോണേ. പിന്നെ അതുപോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോണ വഴിയും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് പോകാം. ഓക്കെ, ബൈ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ബെല്ലീൻ്റെ വണ്ടിയിൽ പോണേ. അപ്പോൾ പോണ ശബ്ദമൊക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വഴി ഓടിപ്പിച്ച് വന്നു. അപ്പോൾ കുറച്ച് വഴി ഓടിപ്പിച്ച് വന്നപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അവളോട് ചോദിച്ചതൊക്കെ എങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോയി കാണുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു. വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വാക്സിൻ എടുക്കാൻ പോണേ. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു 10-20 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഈ വണ്ടീൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വേറൊരു റേഞ്ച്, ഒരു പ്രത്യേക ഫീലായി വണ്ടി ഓടിപ്പിക്കുമ്പോൾ. നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം എത്രത്തോളം കേൾക്കണമെന്ന് അറിയില്ല, പക്ഷെ അടിപൊളി ഓടിപ്പിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വാക്സിൻ എടുക്കാൻ ചെറുതായിട്ടൊരു പേടിയുണ്ട്. പണ്ട് തൊട്ട് എനിക്ക് സൂചി ഭയങ്കര പേടിയാണ്. അപ്പോൾ ചെറിയൊരു പേടിയുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ഞാൻ ഉൾവഴിക്കൂടെ പോയി. അപ്പോൾ ഉൾവഴിക്ക് നല്ല പാടൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു പട്ടി പോകണുണ്ട്. അപ്പോൾ പട്ടി പോയപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പേടിച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ അടിപൊളി ഫീലായിരുന്നു. പോണ വഴി അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ കുഴിക്കാട്ടോണട്ട് വളഞ്ഞ് തിരിഞ്ഞാൽ പോയി. അപ്പോൾ ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ എളുപ്പ വഴിക്കൂടെ ഞാൻ കയറിപ്പോയി. അപ്പോൾ ഈ വാക്സിൻ എടുക്കുന്ന സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെ ആയിരുന്നു ഈ ഹാള് വരുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രൗണ്ടും പിന്നെ അത്യാവശ്യം പച്ചപ്പും പിന്നെ കണ്ടമാന വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആ സൈഡിലേക്ക് നടക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, വരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വരിയിൽ വന്ന് നിന്നു. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞാൻ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോളൂ. അതിനെ നമ്മളെ ഫോൺ ചെക്ക് ചെയ്തിട്ട് ആധാർ കാർഡും പിന്നെ നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത പേരും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ചേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിക്കുക ചെയ്യണേ. എന്നിട്ട് ഒരു സ്ലിപ്പ് തരും. Alvin. ആധാർ കാർഡ് ചെക്ക് ചെയ്തോ? അല്ല, വയസ്സ് യൂസ് 5770. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ആ ചേച്ചിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. രണ്ടാൾക്കും ആദ്യത്തെ ദിവസം ഭക്ഷണത്തിന് മരുന്നിന് അലർജി എന്തെങ്കിലും ഉണ്ടോ? കോവിഡ് വന്നിട്ടുണ്ടോ? രണ്ടാഴ്ചക്കുള്ളിൽ TT വേറെ കുത്തിയപ്പോൾ എന്തെങ്കിലും എടുത്തുണ്ടോ? ആര്യക്ക് എത്ര വയസ്സ്? അന്നയ്ക്ക് എത്ര വയസ്സായി? 20. ഫസ്റ്റ് ഡോസ് കോവിഷീൽഡാണ് കേട്ടോ. 84 ദിവസം കഴിഞ്ഞ് അടുത്ത ഡോസ് എടുക്കാം കേട്ടോ. ഇയാൾക്ക് പോകാൻ എങ്ങനെയാണോ? ഇയാൾക്ക് എത്ര വയസ്സായി? 23. 84 ദിവസം കഴിഞ്ഞിട്ട് 112 ദിവസത്തിനുള്ളിൽ എടുക്കാം കേട്ടോ. ഉള്ളിൽ കിടന്നോ, എന്നിട്ട് കമ്പ്യൂട്ടറിലൂടെ ചെയ്തിട്ട് വിഷയം. ആ ചേച്ചി സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അകത്തേക്ക് ചെന്നപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വാക്സിൻ എടുത്തിട്ട് അരമണിക്കൂറോളം ഇരിക്കണം. അപ്പോൾ ആ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ എന്നോട് മെയിനായിട്ട് ചോദിച്ചത് ആധാർ കാർഡ് ചോദിച്ചു, പിന്നെ അതുപോലെ തന്നെ വാക്സിൻ, ഒന്നാമത്തെ വാക്സിനാണെന്ന് ചോദിച്ചു. അത് മാത്രമേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അപ്പുറത്തേക്ക് വാക്സിൻ്റെ റൂമിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ വേറൊരു ചേട്ടൻ വാക്സിൻ എടുക്കണ്ടായിരുന്നു. അപ്പോൾ വാക്സിൻ എടുത്ത് പെട്ടെന്നായിരുന്നു, നമ്മൾ അറിഞ്ഞും കൂടി ഇല്ല, പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറോടെ ഇരിക്കണം. അപ്പോൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് വേണം അവിടേക്ക് പോകാൻ വേണ്ടി. മോഹനനാണോ? ആ പോയിക്കോട്ടോ. ആൽവിൻ ഇരിക്കൂട്ടോ, അരമണിക്കൂർ ഇരിക്കണം കേട്ടോ. നല്ല വേനുണ്ടായിരുന്നു. അപ്പോൾ വാക്സിൻ എടുത്ത സ്ഥലത്ത് ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഗുളികേൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞത് പാരസെറ്റമോൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയ സ്ഥലത്ത് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വീണ്ടും വന്നു. ഈ ഭാഗം കാണാൻ അടിപൊളിയായിട്ടാണ്, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോവാം. അപ്പോൾ വാക്സിൻ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദനയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പേടിക്കുന്ന പോലെയൊന്നുമില്ല, പെട്ടെന്ന് എടുത്ത് കഴിയും. പിന്നെ അതുപോലെ തന്നെ വാക്സിൻ എടുക്കാത്തവർ എല്ലാവരും പോയിട്ട് വാക്സിൻ എടുക്കുക, ഫ്രീ ആയോ അല്ലെങ്കിൽ കാശ് കൊടുത്ത വാക്സിൻ എടുക്കുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ പോണ വഴി ആ പാടത്തിന് സൈഡ് കാരണം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഹലോ മേശന്മാരെ, അപ്പോൾ നമ്മൾ വാക്സിനൊക്കെ എടുത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കൈക്ക് ചെറിയ കഴപ്പൊക്കെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് എടുത്തു, മറ്റേ ഓൺലൈനിൽ ബുക്ക് ചെയ്ത കാരണം പെട്ടെന്ന് എടുത്തു. പിന്നെ അതുപോലെ തന്നെ എടുത്ത് കുറച്ച് വഴി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വണ്ടീൻ്റെ എക്സ്പീരിയൻസ് അവൾ ഇപ്പോൾ പറയും. വണ്ടി അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു, കുറച്ചുനാളെങ്കിലും സംഭവം സെറ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വാക്സിൻ എടുത്തപ്പോൾ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, കുത്തുമുള്ള വേദനയുള്ളൂ. പെട്ടെന്ന് എടുക്കും. ഞാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അവളുടെ അനുഭവം ചോദിച്ചു നോക്കുക. നല്ല സിസ്റ്റർമാരായിരുന്നു വാക്സിൻ എടുത്ത് തന്നിരുന്നത്, നല്ല സൗമ്യമായി മയമായിട്ടൊക്കെ സംസാരിച്ചിരുന്ന മറ്റേ വെള്ളരിപ്രാവുകളായിരുന്നു എനിക്ക് വാക്സിൻ എടുക്കാണ്ടായിരുന്നത്, അത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ അമർത്താം. അപ്പോൾ അടുത്ത കിടിലം കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.